إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം. മഹാനായ സഹാബി ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു ഈ റിവായത്ത് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദ്മനൂ ലി സിത്തൻ മിൻ അൻഫുസികും അദ്മൻ ലക്കുമുൽ ജന്ന ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും വഔഫു ഇദാ വഅദ്തും വഅദ്ദു ഇദാ തുമിൻതും വഹ്ഫദു ഫുറൂജകും വഗദ്ദു അബ്സാറകും വകുഫു ഐദിയകും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണിത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദ്മനൂ ലി സിത്തൻ മിൻ അൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ 6 വിശേഷണങ്ങൾ, 6 കാര്യങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തരണം, എനിക്ക് ഉറപ്പ് നൽകണം. അങ്ങനെയാണെങ്കിൽ അദ്മൻ ലക്കുമുൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് നൽകുന്നു, ഗ്യാരണ്ടി നൽകുന്നു. എന്തൊക്കെയാണ് സഹോദരങ്ങളെ ആ 6 കാര്യങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സത്യം പറയുക, സത്യപ്രകാരം സംസാരിക്കുക. വഔഫു ഇദാ വഅദ്തും, നിങ്ങൾ വാഗ്ദത്തം നൽകിയാൽ, കരാറിലേർപ്പെട്ടാൽ അത് പൂർത്തീകരിക്കുക. വഅദ്ദു ഇദാ തുമിൻതും, നിങ്ങളെ ആരെങ്കിലും വിശ്വസിച്ച് വല്ലതും ഏൽപ്പിച്ചാൽ അത് പൂർത്തീകരിക്കുക. വഹ്ഫദു ഫുറൂജകും, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ, ലൈംഗികാവയവങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. വഗദ്ദു അബ്സാറകും, നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക. വകുഫു ഐദിയകും, നിങ്ങളുടെ കൈകൾ പിടിച്ചു വെക്കുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, 6 കാര്യങ്ങളാണ്, 6 വിശേഷണങ്ങളാണിത്, 6 സ്വഭാവ ഗുണങ്ങളാണിത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറയുകയാണ്, ഇദ്മനൂലി, നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകണം, നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി നൽകണം. അഥവാ പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മോട് ഓരോരുത്തരോടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്. ഈ 6 കാര്യങ്ങൾ നമ്മുടെ സ്വന്തം കാര്യത്തിൽ നമ്മൾ ഉറപ്പ് നൽകിയാൽ, അഥവാ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചാൽ, പകർത്തിയാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്മൻ ലക്കുമുൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് നൽകുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഉറപ്പ് നൽകുന്നത്. ഒരിക്കലും കളവ് പറയാത്ത, അള്ളാഹുവിൻ്റെ വഹയി പ്രകാരം മാത്രം സംസാരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നൽകുകയാണ് സഹോദരങ്ങളെ സ്വർഗത്തിൻ്റെ കാര്യത്തിൽ. ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യം പറയണം, സത്യപ്രകാരമല്ലാതെ സംസാരിക്കരുത്. സഹോദരങ്ങളെ, വാക്കുകളിൽ വരുന്ന കളവ് അതൊരു തമാശക്ക് പോലും പറയാതിരിക്കുക എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒരു തമാശ രൂപത്തിൽ പോലും കളവ് പറയരുത്. മറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അത് നമുക്കെതിരായാലും ശരി. ചിലപ്പോൾ ചില സത്യങ്ങൾ പറഞ്ഞാൽ നമുക്കെതിരായി പോകും. എന്നാൽ കൂടി സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നതാണ് നിയമം. അങ്ങനെ സത്യം പറഞ്ഞാൽ, സത്യം മാത്രം പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ഉറപ്പ് നൽകുകയാണ്. മറ്റു ചില ഹദീസുകളിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യസന്ധത മുറുകെ പിടിക്കുക. ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത എന്നത് തീർച്ചയായും നന്മയിലേക്ക് ഒരാളെ നയിക്കും. വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, നന്മ എന്നത്, നന്മകൾ എന്നത് ഒരാളെ സ്വർഗത്തിലേക്കും നയിക്കും. സഹോദരങ്ങളെ നോക്കൂ, ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണാം. വാക്കുകളിൽ ഒരിക്കലും കളവ് കലരാൻ പാടില്ല. അതേതവസ്ഥയിലായാലും. ഇത് പറയാൻ എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആരോടായാലും ശരി, ചെറിയ മക്കളോടായാലും ശരി, എത്ര ഹദീസുകൾ ഉണ്ടെന്നറിയുമോ നിങ്ങൾക്ക്? ഹദീസിൻ്റെ കിതാബുകളിൽ പലപ്പോഴും ചെറിയ മക്കളെ കൈ വെറുതെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട്, മോനെ, മോളെ, ഇങ്ങു വരൂ, നിനക്ക് തരാം എന്ന് നമ്മിൽ പലരും പറയാറുണ്ട്. അതുപോലും കളവായി രേഖപ്പെടുത്തപ്പെടുമെന്നാണ് ഹദീസിലുള്ളത്. കൈകളിലൊന്നുമില്ലെങ്കിൽ, വെറുതെ വിളിച്ചതാണെങ്കിൽ, വെറുതെ പറഞ്ഞതാണെങ്കിൽ, ആ കുട്ടിയെ പറ്റിച്ചതാണെങ്കിൽ അത് കളവായി രേഖപ്പെടുത്തപ്പെടും. നമ്മളിപ്പോൾ കേട്ട ഹദീസിൻ്റെ ബാക്കിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവിനെക്കുറിച്ചും താക്കീത് ചെയ്തിട്ടുണ്ട്. കളവെന്നത് ഒരാളെ തിന്മയിലേക്കാണ് നയിക്കുക. ആ തിന്മ ഒരാളെ നരകത്തിലേക്കും നയിക്കുമെന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉറപ്പ് നൽകാൻ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ വാക്കുകളിൽ സത്യം മാത്രമേ ഉണ്ടാകൂ എന്നത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ നമുക്ക് ഉറപ്പ് നൽകുന്നു. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഔഫു ഇദാ വഅതും, നിങ്ങൾ വഅദ് നൽകിയാൽ, വാഗ്ദത്തം നൽകിയാൽ, വാഗ്ദാനം ചെയ്താൽ, കരാറിലേർപ്പെട്ടാൽ അത് പൂർത്തീകരിക്കുക. കരാറിലേർപ്പെടുക എന്നത് പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എളുപ്പത്തിൽ മനസ്സിലാവാൻ, ഉദാഹരണത്തിന് ഒരു ജോലിക്കാരനെ വിളിച്ചാൽ, ഇതാ ഞാൻ നാളെ എന്തായാലും വരും എന്നൊരാൾ പറഞ്ഞാൽ അത് കരാറാണ്, അതൊരു ഉറപ്പ് കൊടുക്കലാണ്. എന്നിട്ട് ഒരാൾ കൃത്യമായി ചെല്ലുക എന്നതാണ് അയാളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അതല്ലാതെ കൃത്യമായി പറഞ്ഞ് കൃത്യമായി മുങ്ങുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അത് മുനാഫിക്കുകളുടെ അടയാളത്തിൽപ്പെട്ടതാണ് എന്ന് വേറെ ചില ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആർക്കായാലും നമ്മൾ വാഗ്ദാനം ചെയ്താൽ, ഞാൻ ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ ഇത്ര സമയത്ത് എത്തും, ഇന്ന രൂപത്തിലുള്ള കരാർ നമുക്കിടയിലുണ്ട് എന്ന് പറഞ്ഞാൽ, എന്ന് കരാറിൽ ഏർപ്പെട്ടാൽ അത് പൂർത്തീകരിക്കൽ നിർബന്ധമാണ്. ആ കരാർ ലംഘിക്കുക എന്നത് മുനാഫിഖിൻ്റെ അടയാളമാണ്.
അത് സഹോദരങ്ങളെ എല്ലാ മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജോലിക്കാരോടാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വരാമെന്ന് പറഞ്ഞ് വരാതിരിക്കുക എന്നത് സ്ഥിരമായി നടക്കുന്ന കാര്യമാണ്. അങ്ങനെ വരാൻ സാധിക്കുകയില്ല എങ്കിൽ നമ്മൾ വിളിച്ചു പറയുക. അതല്ലെങ്കിൽ കൃത്യമായി ഒരു അവധി പറഞ്ഞു ഒരാളിൽ നിന്ന് വല്ലതും വാങ്ങി, പണം വാങ്ങി, കടം വാങ്ങി, എന്നിട്ട് അയാൾ ചോദിക്കുമ്പോൾ അതല്ലെങ്കിൽ കൊടുക്കേണ്ട അവധി എത്തിയാൽ അത് കൃത്യമായി കൊടുക്കുക എന്നതാണ് നിർബന്ധമായിട്ടുള്ളത്. സാധാരണ നമ്മുടെ നാടുകളിൽ ഒരാൾ മറ്റൊരാൾക്ക് കടം കൊടുത്താൽ ഈ കൊടുത്തവൻ പിന്നെ ഇയാളുടെ ശത്രുവായി മാറലാണ് പതിവ്. ഇയാൾ ഒരു ആവശ്യത്തിന് കൊടുത്തതായിരിക്കും, അത്യാവശ്യം പറഞ്ഞപ്പോൾ, സങ്കടം പറഞ്ഞപ്പോൾ കൊടുത്തതായിരിക്കും. പക്ഷെ അവധി കഴിഞ്ഞിട്ടും പിന്നെയും വിട്ടുകൊടുത്താലും പിന്നെ അവസാനം ഇയാൾ ചോദിക്കുക, ഞാനെന്തതായിട്ട് മുങ്ങോ, ഞാനതിനെ പറ്റിക്കോ? പിന്നെ ഇയാൾ കൊടുത്തയാളായിരിക്കും ഏറ്റവും വലിയ ക്രൂരനും തെറ്റിൻ്റെ ആളും. സഹോദരങ്ങളെ, ഇത് സർവ്വസാധാരണയായി നടക്കാറുള്ളതാണ്, പാടില്ലാത്തതാണ്. അതെല്ലാം കപട വിശ്വാസികളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ കരാറിലേർപ്പെട്ടാൽ അത് പാലിക്കുക. ഇനി സാവകാശം വേണോ നമ്മൾ ചോദിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ സത്യസന്ധമായി പെരുമാറുക എന്നത് അതിൻ്റെ ഭാഗമാണ്. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅദ്ദു ഇദാ തുമിൻതും, നിങ്ങൾ വിശ്വസിക്കപ്പെട്ടാൽ അഥവാ വിശ്വസിച്ച് വല്ലതും ആരെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ചാൽ, അഥവാ ജോലിയാകട്ടെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങളാവട്ടെ, അത് ഏൽപ്പിക്കപ്പെട്ടാൽ പിന്നെ അത് കൃത്യമായി നിറവേറ്റണം, നിർബന്ധമാണ്. വിശ്വാസവഞ്ചന കാണിക്കുക എന്നത് സഹോദരങ്ങളെ മുനാഫിഖിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. വിശ്വസിക്കപ്പെട്ടാൽ ഒരിക്കലും പറ്റിക്കരുത്, ഒരിക്കലും വഞ്ചിക്കരുത്. മറിച്ച് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ വിശ്വസ്തനായിരിക്കണം. ആ വിശ്വസ്തത പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ജോലിക്കാർ, ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർ, അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഉത്തരവാദിത്തമുള്ളവരാണ്. അത് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ജോലിയുടെ കാര്യത്തിലായാലും മറ്റുള്ള ആളുകളുടെ കാര്യത്തിലായാലും ഉത്തരവാദിത്ത ബോധമുണ്ടാവണം. കൃത്യമായി ഉത്തരവാദിത്തം നിറവേറ്റുക എന്നത് നിർബന്ധമാണ്. അതല്ലാതെ ഒരാൾ ഉത്തരവാദിത്തം നിർവഹിക്കാതെ അതിൽ വീഴ്ച വരുത്തിക്കൊണ്ടാണ് മരിച്ചു പോകുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ വലിയ കുറ്റക്കാരനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉത്തരവാദിത്തം നമ്മൾ ശ്രദ്ധിക്കുക. ഏൽപ്പിക്കപ്പെട്ടാൽ അത് കൃത്യമായി പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസി, മൻ അമിനഹു നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം, ഒരു സത്യവിശ്വാസി എന്നാൽ ജനങ്ങൾ അയാളുടെ കാര്യത്തിൽ, ജനങ്ങളുടെ രക്തത്തിൻ്റെയും ജനങ്ങളുടെ സമ്പത്തിൻ്റെയും കാര്യത്തിൽ നിർഭയരാണ്. അയാളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിർഭയത്വമാണ്, അയാൾ വഞ്ചിക്കുകയില്ല എന്ന് നമ്മെക്കുറിച്ച് പറയപ്പെട്ടാൽ സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവ ഗുണം അങ്ങനെയാണെങ്കിൽ നമ്മളാണ് മുഅ്മിനീങ്ങൾ, അങ്ങനെയുള്ളവരാണ് മുഅ്മിനീങ്ങൾ. അതല്ല ഒരുത്തൻ അവൻ പറ്റിക്കും എന്നതാണ് എങ്കിൽ ഈമാനിൻ്റെ ലക്ഷണം അയാളിൽ നിന്നും ഊരിയെടുക്കപ്പെട്ടു എന്നതാണ്. എത്ര ആളുകളുണ്ട്, നമ്മൾ ഒരു ജോലി ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചാൽ പലരെക്കുറിച്ചും പറയും, അല്ലാഹ് ഓൻ്റെ അടുത്താ കൊടുത്തേക്കല്ല, എനിക്ക് കിട്ടൂല എന്ന് പറയും. അയാളുടെ അടുക്കൽ ഏൽപ്പിച്ചാൽ പിന്നെ നോക്കേണ്ടതില്ല എന്ന് പറയപ്പെടുന്നൊരു ദുരവസ്ഥ പ്രിയമുള്ളവരെ നമുക്കുണ്ടാവരുത്. മറിച്ച് അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചോ എങ്കിൽ പേടിക്കേണ്ടതില്ല. അങ്ങനെ പറയാൻ മാത്രം നിർഭയരായിരിക്കണം, ഉത്തരവാദിത്ത ബോധമുള്ളവരായിരിക്കണം നമ്മൾ. അത് വിശ്വാസിയുടെ അടയാളത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഅദ്ദു ഇദാ തുമിൻതും, നിങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടാൽ കൃത്യമായി നിറവേറ്റുക. ജോലിക്കാർ പ്രത്യേകിച്ച് സഹോദരങ്ങളെ, വൈകിയെത്തി നേരത്തെ ഇറങ്ങിപ്പോവുക എന്നത് ഉത്തരവാദിത്തത്തിലുള്ള ലംഘനമാണ്. അതുപോലെ തന്നെ ജോലിയിൽ അലസത കാണിക്കുക എന്നത്, ആത്മാർത്ഥതയില്ലായ്മ എന്നത്, ഇങ്ങനെ പല മേഖലകളിലും ഇതെല്ലാം വിശ്വസ്തതയിലുള്ള വീഴ്ചകളാണ്. അതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ആ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ നാളെ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും.
എല്ലാം ഉൾക്കൊള്ളുന്ന വാക്കാണിത്. വഅദ്ദു ഇദ തുമിൻതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച കരാറാവട്ടെ, വിശ്വസ്തതയാവട്ടെ, വിശ്വസ്ത കാര്യങ്ങളാവട്ടെ, ജനങ്ങളുമായി നമ്മൾ ഏർപ്പെട്ട കാര്യങ്ങളാകട്ടെ, അതിലെല്ലാം നീതിമാന്മാരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. നാലാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഹ്ഫദു ഫുറൂജക്കും. നിങ്ങളുടെ ഗുഹ്യാവയവം, നിങ്ങളുടെ ലൈംഗികാവയവങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ. സത്യവിശ്വാസികളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അവർ തങ്ങളുടെ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. സഹോദരങ്ങളെ, ഹറാമുകളിൽ വീണുപോവാതെ, വ്യഭിചാരങ്ങളിലോ സ്വവർഗരതിയിലോ സ്വയംഭോഗങ്ങളിലോ വീണുപോകാതെ അള്ളാഹു ഹലാലാക്കിയതിൽ മാത്രം തങ്ങളുടെ ലൈംഗികത പൂർത്തീകരിക്കാനാണ് ഒരു സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ, യുവാക്കൾ, യുവതികൾ, പെൺമക്കൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. എത്ര വ്യഭിചാരത്തിൻ്റെ വാർത്തകളാണ് നമ്മൾ ദിനേന കേൾക്കുന്നത്. ഇത് പലരും ഇന്ന് സുലഭമാക്കാനും ഇന്ന് യാതൊരു അതിർവരമ്പുകളില്ലാതെ ചെയ്യാനും നിയമമുണ്ടാക്കാൻ പണിപ്പെടുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അക്കാര്യത്തിൽ സൂക്ഷിക്കുക എന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമാണ്. പരിധിവിട്ട, അതിരുവിട്ട ആളുകളായി പോകരുത്. ഈ പറഞ്ഞ വ്യഭിചാരവും വിവാഹേതര ബന്ധങ്ങളും സ്വവർഗരതിയും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിൽ ഗുരുതരമായ പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു പറഞ്ഞില്ലേ, വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്, അത് വേറെ പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ്. അതിലേക്ക് അടുക്കുന്ന കാരണങ്ങൾ വരെ, അതിൽ നിന്ന് വരെ നമ്മൾ മാറി നിൽക്കണം. ഇന്നത്തെ പ്രണയബന്ധങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ, അത്തരത്തിലുള്ള അവിഹിതങ്ങൾ ഗൗരവത്തിൽ സൂക്ഷിക്കണം. നമ്മുടെ സ്വർഗം ഇല്ലാതാക്കാൻ അത് കാരണമായി തീരും. ഇന്ന് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, ലൈംഗികതയും വ്യഭിചാരവും സ്വവർഗരതികളും സമൂഹത്തിന് നൽകിയത് മാരക രോഗങ്ങളാണ്. ശർഈയായ ദീനിൻ്റെ നിയമങ്ങളും അള്ളാഹു പറഞ്ഞ ശിക്ഷാ നടപടികളും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ തിന്മകൾ, വൃത്തികേടുകൾ, അതിൻ്റെ ആളുകൾ വലിയ പുരോഗമനവാദികളാണ് എന്ന് പറഞ്ഞവർ, അങ്ങനെ പറഞ്ഞു നടക്കുന്നവർ, അത് നിയമമാക്കാൻ വേണ്ടി പണിപ്പെടുന്നവർ സമൂഹത്തിന് നൽകിയത് മാരക രോഗങ്ങളാണ്. എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങളാണ് ഇത്തരം പരിധിവിട്ട ആളുകൾ സമൂഹത്തിന് സമ്മാനിച്ചത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിൽ നിന്നെല്ലാം ജീവിത വിശുദ്ധി പാലിക്കാനും ചാരിത്ര ശുദ്ധിയോടുകൂടി ജീവിക്കാനുമാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ലൈംഗിക അവയവം എന്നത് അത് ഹലാലായ അനുവദിക്കപ്പെട്ട മേഖലയിലല്ലാതെ വിനിയോഗിക്കാൻ പാടുള്ളതല്ല. പ്രിയമുള്ളവരെ, അത് പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണത്. ആ ലൈംഗിക വിശുദ്ധി പാലിക്കുക എന്നുള്ളത് കുടുംബ പരമ്പര സംരക്ഷിക്കാൻ കാരണമാണ്. അതല്ലെങ്കിൽ തോന്നിയതുപോലെ കന്നുകാലികളെപ്പോലെ ആയിത്തീർന്നാൽ എന്തായിരിക്കും സാമൂഹിക സ്ഥിതി എന്ന് പരിശോധിച്ചു നോക്കൂ. എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഹ്ഫദു ഫുറൂജക്കും. അഞ്ചാമത്തെ കാര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഗുദ്ദു അബ്സാറക്കും, നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക. അഥവാ ഹറാമുകളിൽ നിന്ന് കണ്ണുകൾ താഴ്ത്തുക എന്നത് സഹോദരങ്ങളെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പുരുഷന്മാരോടും സ്ത്രീകളോടും ഒരുപോലെ കൽപ്പിച്ചിട്ടുണ്ട്. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും. മുഅ്മിനീങ്ങളോട്, സത്യവിശ്വാസികളോട് പറയുക അവരുടെ കണ്ണുകൾ താഴ്ത്താൻ വേണ്ടി. ആ കണ്ണുകൾ താഴ്ത്തുന്നതിലൂടെയാണ് സഹോദരങ്ങളെ തൊട്ടു മുന്നേ പറഞ്ഞ നമ്മുടെ ലൈംഗികാവയവം സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വയഹ്ഫദു ഫുറൂജഹും, തൊട്ടുടനെ അള്ളാഹു പറഞ്ഞു. അതേപോലെ തന്നെ സ്ത്രീകളോടും സത്യവിശ്വാസിനികളോടും അള്ളാഹു പറഞ്ഞു, വഖുല്ലിൽ മുഅ്മിനാതി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുൻ.
സ്ത്രീകളോടും പറഞ്ഞിട്ടുണ്ട് കണ്ണുകൾ താഴ്ത്താൻ, അവരുടെ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കാൻ. നോട്ടം എന്നത് സഹോദരങ്ങളെ വ്യഭിചാരത്തിൻ്റെ അതല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളുടെ തുടക്കമാണ്. വിവരമില്ലാത്ത ആളുകൾ, പലപ്പോഴും അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുന്ന ആളുകൾ, അവർ ചോദിക്കും, ഒരു നോട്ടത്തിലൊക്കെ എന്തിരിക്കുന്നു? നോക്കിയാൽ ഇപ്പം അങ്ങനാവോ? നോക്കിയാൽ ആകാശം ഇടിഞ്ഞു പോവോ? അങ്ങനെ നോക്കിയതും പിന്നിൽ നിന്ന് വലിച്ചതും അങ്ങനെ ഉപദ്രവിച്ചതുമായ വൃത്തികെട്ട കഥകളും സംഭവങ്ങളുമാണ് ഇന്നലകളിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വലിയ വലിയ പുരോഗമനവാദം പറയുന്നവരാണ് ചാനലുകളുടെ മുന്നിൽ വന്നിരുന്നിട്ട് എന്നവൻ അങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു, വാഷ്റൂമിൽ വെച്ച് പിടിച്ചു വലിച്ചു. അള്ളാഹുവിൻ്റെ ദീനിൽ ഇതിലേക്കെല്ലാം അടുക്കുന്നതിനെ തടയിട്ടു. നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തു എന്ന് രണ്ടു വിഭാഗത്തോടും പറഞ്ഞു. എങ്കിൽ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കാനും ജീവിത വിശുദ്ധി പാലിക്കാനും സാധിക്കുമെന്നതാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് പരിശുദ്ധി പ്രാപിക്കാൻ ഏറ്റവും നല്ലത്. ജീവിത വിശുദ്ധി പാലിക്കാൻ, ലൈംഗിക വിശുദ്ധി പാലിക്കാൻ, ചാരിത്ര ശുദ്ധിയോടുകൂടി ജീവിക്കാൻ ഇരു കൂട്ടർക്കും അതാണ് നല്ലത്. ഒരാണിനും പെണ്ണിനും നോട്ടങ്ങളിലൂടെ പല രൂപത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുമെന്നത് ബുദ്ധിയുള്ള ഏതൊരാളും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൽ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ഉറപ്പ് നൽകാൻ നമ്മോട് പറയുകയാണ്, വഗുദ്ദു അബ്സാറക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ആറാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ഉറപ്പാക്കാൻ സാധിക്കുന്ന കാര്യമായി വിശേഷണമായി നമ്മെ അറിയിക്കുന്നു, വകുഫു ഐദിയക്കും, നിങ്ങളുടെ കൈകൾ പിടിച്ചു വെക്കുക. അഥവാ സഹോദരങ്ങളെ, കൈകൾ പിടിച്ചു വെക്കുക എന്നത് ജനങ്ങളെ ഉപദ്രവിക്കുന്നതിൽ നിന്നും അവരോട് കടന്നുകയറ്റം നടത്തുന്നതിൽ നിന്നും അവരോട് മോശമായി പെരുമാറുന്നതിൽ നിന്നും എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും കൈകൾ പിടിച്ചു വെക്കുക, അഥവാ നമ്മുടെ സ്വന്തത്തെ പിടിച്ചു വെക്കുക എന്നതാണ്. നമ്മുടെ കൈകളിൽ അക്രമത്തിൻ്റെ, മറ്റൊരാളോടുള്ള അനീതിയുടെ ഒരു കറയും പുരളാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്രയോ ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം, ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ദുൽമ് എന്നത്, അതിക്രമം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുലുമാതുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഇരുട്ടുകളാണ്. അതാരോട് ചെയ്താലും ശരി, ആരോട് ചെയ്താലും ശരി, മനുഷ്യരാവട്ടെ മൃഗങ്ങളാവട്ടെ ജീവജാലങ്ങളോട് പോലും അതിക്രമം കാണിക്കാൻ പാടില്ല. ഹദീസിൽ കേട്ടിട്ടില്ലേ, ഒരു പൂച്ചയെ പിടിച്ചു കെട്ടി അതിന് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ പിടിച്ചു വെച്ചതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായി തീർന്നു. നോക്കൂ നിങ്ങൾ, മിണ്ടാപ്രാണിയുടെ കാര്യത്തിലാണ്, ഒരു മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ വരെ അള്ളാഹുവിൻ്റെ ദീനിൽ ഇത് പഠിപ്പിച്ചാൽ തങ്ങളുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങളോട്, അതല്ലാത്ത മനുഷ്യരോട് പൊതുവെ അതിക്രമം കാണിക്കുക എന്നത് എത്ര ഗൗരവമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിരിക്കുന്നു. അള്ളാഹു അവൻ്റെ സ്വന്തത്തിന് ദുൽമ് ഹറാമാക്കിയിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാം. ഖുദ്സിയായ ഒരു ഹദീസിൽ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, തീർച്ചയായും എൻ്റെ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അതിക്രമം ഹറാമാക്കിയിരിക്കുന്നു.
എന്നിട്ട് അള്ളാഹു അത് അവൻ്റെ അടിമകളായ നമുക്കും ആ രൂപത്തിൽ തന്നെ നിയമമാക്കിയിരിക്കുന്നു. നമ്മോടും പരസ്പരം അതിക്രമം കാണിക്കരുത്, അനീതി കാണിക്കരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. എത്രയോ പ്രമാണങ്ങൾ, തെളിവുകൾ ആ വിഷയത്തിൽ കാണാം. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കൈകൾ അതെല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും പിടിച്ചു വെക്കാൻ നാം അങ്ങേയറ്റം പരിശ്രമിക്കണം. എത്രത്തോളം എന്നാൽ ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന ശാഖയിൽപ്പെട്ടതാണ് ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നീക്കുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, വഴിയിലുള്ള ബുദ്ധിമുട്ട് നീക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. അത് പഠിപ്പിച്ച മതമാണ് അള്ളാഹുവിൻ്റെ ദീൻ. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ രൂപത്തിലുള്ള അധർമ്മങ്ങളാണ്, അനീതികളാണ്, പരസ്പരമുള്ള കടന്നുകയറ്റങ്ങളാണ്. ഒരു ചെറിയ നിസാരമായ കാര്യത്തിന് അസഭ്യം പറയുക, വൃത്തികേടുകൾ പറയുക, ചീത്ത വിളിക്കുക, തല്ലുക, കൊല്ലുക എന്നുള്ള രൂപത്തിലുള്ള മോശമായ സ്വഭാവ വൈകല്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്ന് വാഹനം ഒരൽപ്പം എതിരെ സഞ്ചരിച്ചാൽ, ഒന്ന് വന്നാൽ ആളുകൾ തെറി വിളിക്കുകയാണ്. ആ വിളിച്ച നാവുമായി, ആ വാക്കുമായി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മുന്നിൽ വരും. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഏതവസ്ഥയിലായാലും ഏത് മേഖലയിലായാലും സഹോദരങ്ങളെ, നമ്മുടെ കൈകൾ അത് പിടിച്ചു വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വഖുഫു ഐദിയക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആറാമതായി നിങ്ങളുടെ കൈകൾ പിടിച്ചു വെക്കുക. അഥവാ അതിക്രമങ്ങളിൽ നിന്ന്, അന്യായങ്ങളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് കൈകൾ പിടിച്ചു വെക്കുക എന്നതാണ്. എങ്കിൽ സഹോദരങ്ങളെ, ഈ പറഞ്ഞ 6 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം ഉറപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് സ്വർഗം ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഈ 6 കാര്യങ്ങളും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എവിടെ നിൽക്കുന്നു എന്നതാണ് നമുക്ക് പുനർവിചിന്തനം ചെയ്യാനുള്ളത്. ഈ 6 കാര്യങ്ങളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? സത്യസന്ധതയുടെ കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? വാഗ്ദത്തം കരാറിലേർപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെയാണ്? വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെ കാര്യത്തിൽ എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മുടെ കണ്ണുകൾ അത് താഴ്ത്താൻ, ഹറാമുകളിൽ നിന്ന് താഴ്ത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നോക്കാൻ പാടില്ലാത്തത് നോക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൈകൾ മറ്റുള്ളവരോടുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിൽ എവിടെ നിൽക്കുന്നു? ഇതെല്ലാം സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കുകയും പുനർവിചിന്തനം നടത്തുകയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാനുള്ളതാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാനിൻ്റെ അടയാളങ്ങളാണ് ഈ 6 കാര്യങ്ങളും. ഒരുപാട് ഹദീസുകളിലൂടെ ഇത് വന്നിട്ടുണ്ട്. വേറെയും ധാരാളം ഹദീസുകളിൽ വ്യത്യസ്തങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മുഅ്മിനീങ്ങളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഇതിന് വിരുദ്ധമായതെല്ലാം നിഫാഖിൻ്റെ, കപടവിശ്വാസികളുടെ, ആ രൂപത്തിലുള്ള ആളുകളുടെ വിശേഷണങ്ങളാണ് എന്നുകൂടി നമ്മൾ ഓർക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തിൽ മരണം വരെ നന്മകളിൽ മുന്നേറാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിലെ രോഗികൾക്ക്, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد
وعلى آله وأصحابه أجمعين والحمد لله رب العالمين.